ഇപ്പോൾ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ ഈ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പേർക്ക് ഇതിൽ വിയോജിപ്പുണ്ട് എന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. നമുക്കറിയാം ഈ മെഗാ തിരുവാതിര അത് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായതാണ്. ആ സമയത്ത് അത് പാറശാലയിൽ വെച്ച് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചു എന്ന് അന്നൊരു വലിയ വിമർശനം വന്നു. കൂടാതെ അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ പിന്നീട് അത് തെറ്റിപ്പോയി എന്നുള്ളത് പാർട്ടിയുടെ തന്നെ വിലയിരുത്തലായി വരികയും ചെയ്തതാണ്. അത് ശരിയായില്ല അത്തരം പ്രയോഗങ്ങൾ എന്നൊക്കെയുള്ളത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന കാവലാൾ എന്നുള്ള ഗാനം കാണുന്നത്. കൂടാതെ മറ്റൊരു ഗാനം അത് യൂട്യൂബിലുള്ളതാണ്. അത് ഒരു തട്ടുപൊളിപ്പൻ ഗാനം എന്ന തരത്തിലേക്കാണ്. അതിലുള്ള ചില വരികളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കുതിര കഴുകൻ എന്നൊക്കെയുള്ള അതിലുള്ള വരികളാണ്. അത് കേരള CM എന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെയുള്ള പ്രയോഗങ്ങൾ അത് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളെ എതിർക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ഈ പാർട്ടി ഒരു വ്യക്തി എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാത്ത പാർട്ടിയാണ് എന്നതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. സ്വതന്ത്രമായൊരു വ്യക്തി എന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പോലും അത് വേണ്ട, അങ്ങനെ വേണ്ട എന്ന് പറയാൻ തയ്യാറാകാത്തത് എന്താണ്? ഇത് പാർട്ടി നിലപാടിന് വിരുദ്ധമല്ലേ? ഇത് ഈ കേസ് പറയുമ്പോൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു സംഗതിയേ ഉള്ളൂ. ഇന്ന് ഇത് പ്രകാശനം ചെയ്തപ്പോൾ കമലഹാസനാണല്ലോ അത് സ്വിച്ച് ഓൺ ചെയ്ത് ആ വീഡിയോ പ്രദർശിപ്പിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ തുടർന്നുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ, ഇത് സംഘാടകരിന് എന്തൊക്കെ പഴി കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, ഞാനൊരു പ്രതീകമാണ്. എന്നെ വിമർശിക്കുമ്പോഴും പരോക്ഷമായി ആക്രമിക്കുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒക്കെ പാർട്ടിയെയാണ് കാണുന്നത്, പാർട്ടിയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്, പാർട്ടിക്കപ്പുറം എനിക്കൊന്നുമില്ല എന്ന് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനുള്ള സമയം ഇവിടെ ഇല്ലെങ്കിലും എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അതുമുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് പാർട്ടി ആണ്, പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മുകളിലല്ല താൻ എന്നാണല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണ്? ഒരു വ്യക്തി കേന്ദ്രീകൃതമായുള്ള വ്യക്തി പൂജയിലേക്ക് തന്നെയല്ലേ? ഇതൊരു സംഭവമല്ലല്ലോ. നമ്മൾ എത്രയോ, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര ഗാനങ്ങളും ഏറ്റവും ഒടുവിൽ ഡോക്യുമെൻ്ററി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതെ, ഇത് വ്യക്തി കേന്ദ്രീകൃതമാണെന്നും വ്യക്തിപൂജയാണെന്നും ഒക്കെ കാണുന്നവർക്ക് അങ്ങനെ തന്നെ താല്പര്യത്തോടെ അത് സുഖിച്ച് പറഞ്ഞു നടക്കാം. ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറയുന്നില്ലേ, ഇവിടെ തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്, ഒക്കെ ശരിയാണ് എന്ന് സങ്കല്പിക്കുക. താങ്കളും അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പണി എന്താണ് അനുജ? കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പണി? നിങ്ങൾ കാണുന്നുണ്ട്, ചടങ്ങിനുള്ള സമരമല്ലാതെ കേരളത്തിൽ ചടുലമായൊരു സമരം നിങ്ങൾ കാണുന്നുണ്ടോ ഈ പ്രതിപക്ഷത്തിൻ്റെ? എന്താണ്? ഇത്രയധികം തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ അടങ്ങിയിരിക്കുമോ? ഇത്രയധികം വിലക്കയറ്റം ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ അടങ്ങിയിരിക്കുമോ? അതും പിണറായി വിജയൻ ചാട്ടവാർ കൊണ്ട് അടിച്ചമർത്തുകയാണെന്നാണ് ഇവർ പറയാൻ വരുന്നത്. പറയട്ടെ. അപ്പോൾ അതല്ല, അങ്ങനെ സമരത്തിന് ആളെ കിട്ടില്ല എന്ന് ഇവിടെ. അതാണ് പ്രശ്നം. ജനങ്ങൾക്ക് അവർ തീരുമാനമെടുക്കുന്ന അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞ എന്താ, കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് വിജയം അതാണല്ലോ ഒരു സമീകരണമായിട്ട് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ആ വിജയം എന്നുള്ള അറിയാത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ, UDFകാരുണ്ടോ, പ്രതിപക്ഷക്കാരുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അതേതാണ്ട് വലിപ്പം പോലെ അങ്ങ് ആവർത്തിച്ച് പറയുക. അതിന് ചേർത്ത് വെക്കുന്ന എങ്ങോട്ടാണ്? നിലമ്പൂരിൽ. ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം ചോദിക്കട്ടെ. ആര് ജയിക്കും തോക്കും എന്നൊക്കെയുള്ള ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിടുമ്പോഴേ അറിയാൻ പറ്റൂ. ബൈ ഇലക്ഷൻ നടന്നല്ലോ വയനാട്ടിൽ. നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മാത്രം പ്രിയങ്ക ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം 62,000 വോട്ട് ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം. എന്താ ഒരൊറ്റ കോൺഗ്രസ് നേതാവും പറയാത്ത അതേ ഭൂരിപക്ഷം ഞങ്ങളിവിടെ വാങ്ങിക്കും എന്ന്? 20,000 വോട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിക്കും. പിന്നെ 50 കൂടെ ഉണ്ടെങ്കിൽ 27 30 ആകും. ഇതാണല്ലോ ഇപ്പോഴും പറയുന്നത്. 62 വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരണ്ട. ഓരോ ഇലക്ഷൻ ഓരോ തരത്തിലാണ് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ല നമ്മളുടെ ഈ ചർച്ച എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ തുടർച്ചയായി തന്നെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പലതരത്തിൽ പല കോണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഗാനങ്ങളും തിരുവാതിരയും ഡോക്യുമെന്ററിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പാർട്ടിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയുടെ നിലപാട് ഇതാണോ? അല്ല, ഞാൻ ആ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പാണ് താങ്കൾ ഇടപെട്ടത്. ഇപ്പോൾ റിജിൽ മാക്കുറ്റിക്ക് ഇലക്ഷൻ്റെ കാര്യം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അന്നേരം ഇടപെടുന്നില്ല. പക്ഷെ ഞാൻ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഇടപെടുകയും വേണം. അതെനിക്ക് വിയോജിപ്പുണ്ട്.
ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെയാണല്ലോ ഞാൻ ഇരിക്കുന്നത്. പറയൂ. പക്ഷെ അതിനൂടെ മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ളത് താങ്കൾ അംഗീകരിച്ചു തരണം. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പിണറായി വിജയന്റെ കാര്യം, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിന്നെ അവരുടെ പണം മുടക്കി സർക്കാരിന്റെ വാർഷികം പ്രമാണിച്ച് ചെയ്ത പരിപാടിയാണ്. ഈ പണ്ടൊക്കെ നമ്മൾ അനുജ കണ്ടിട്ടുണ്ടല്ലോ, സിനിമാ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം കാണാറില്ലേ, DAVPയുടെ റീൽസ്, ഒരു കർഷകൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക താളത്തിലും ശബ്ദത്തിൻ്റെ ഒരു വോയിസ് ടോണിലും ഒക്കെ പറയുന്നത്. അന്ന് മുതലേ PRD എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ DAVP ആണ്, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി, അതാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ PRD. ഈ PRD തുടങ്ങിയത് 2016 പിണറായി വിജയൻ അല്ലെന്ന്. അതിന് തൊട്ട് മുമ്പ് 2016 മാർച്ചിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് PRD. അതിൻ്റെ പേര് ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങളുടെ. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ 2011-16 ഭരണത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ. അതിന് മുമ്പും PRD ഉണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിച്ചത് KC ജോസഫ് ആയിരുന്നല്ലോ സാംസ്കാരിക വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പിൻ്റെയും PRDയുടെയും വകുപ്പ് മന്ത്രി. അപ്പോൾ അത് നടക്കുന്നുണ്ട്. PRD അവരുടെ പണി ചെയ്യുന്നുണ്ട്. അവരുടെ പണി പബ്ലിക് റിലേഷൻസ് ആണ്. ഇനി ഇലക്ഷൻ വരുമ്പോഴേക്ക് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള അതല്ലല്ലോ എന്റെ ചോദ്യം, അതല്ല എന്ന് താങ്കൾക്കറിയാം. PRDയുടെ അല്ല. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇപ്പോ ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിനല്ലല്ലോ നമ്മൾ ഈ ചോദിക്കുന്നത്. അത്തരം PRD വർക്കിനെ കുറിച്ച് അല്ലല്ലോ ഈ സംശയങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. ഇതൊരു വ്യക്തിയെക്കുറിച്ച് ഈ തരത്തിലേക്കുള്ള പുകഴ്ത്തിപ്പാടലുകൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ഇറക്കുമ്പോൾ, അതും ഒരു മാർക്സിസ്റ്റ് നേതാവിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, അതാണ് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പാർട്ടി ഇതിന് യോജിക്കുന്ന നിലപാടാണോ പാർട്ടിയുടേത്? പാർട്ടിയുടെ രീതി അതാണോ? ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പറഞ്ഞു വരുന്നതേ പുകഴ്ത്ത് അല്ല, അതെ, പുകഴ്ത്ത്, വാഴ്ത്ത്, സ്തുതി, ഇതൊക്കെ ആ ടെർമിനോളജിയൊക്കെ കണ്ടുപിടിച്ചവരോട് ചോദിക്കണം. അത് ഈ പിന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരുടെ ശമ്പളം കൊണ്ടാണ്, അതിൽ നിന്ന് പണം മുടക്കിയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇന്നത്തെ ഈ പരിപാടി നടത്തിയത്. അതാണ് പിണറായിയെ കുറിച്ച് ഡോക്യുമെൻ്ററി അവർ ഇറക്കിയത്. അതിന് അവർക്ക് അവകാശമുണ്ടെന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചോളൂ. അപാകത എന്നുള്ളതല്ല ശ്രീ ജയചന്ദ്രൻ, ഈ അപാകത എന്നുള്ളതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാർട്ടിയെ ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലോ. ഇത് ഒരു മാർക്സിയൻ കാഴ്ചപ്പാടാണോ? മാർക്സിയൻ ഇതൊക്കെ എത്രയോ പ്രാവശ്യം അനുജ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല, CPM-ഉമായിട്ട് LDF-ഉമായിട്ടും ബന്ധപ്പെട്ട നേതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പിന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഭരണഘടനാപരം അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്. അവിടെ ആ ഭരണഘടന കീഴിലെ പ്രവർത്തിക്കാൻ പറ്റൂ. മാർക്സിസവും ലെനിനിസവും അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെ എത്രയോ പ്രാവശ്യം പാർട്ടിയുടെ ചില നയങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണോ ഈ കാര്യത്തിലും അതിൽ നിന്ന് വ്യതിചലിച്ചോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, താങ്കളിലേക്ക് ഒരു മിനിറ്റ് തന്നെ ശ്വാസം വിടാനുള്ള സമയം പോലും തരാതെ വീണ്ടും ഇടപെട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ പലരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതന്നെ എനിക്ക് സന്തോഷമുണ്ട്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് സന്തോഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇറക്കിയത്. എന്താ സംശയം? അതിലൊരു സംശയവും വേണ്ട. അത് വാഴ്ത്താണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പിന്നെ ആ വാഴ്ത്തെന്നുള്ള ആ എലമെൻറ്റിനെ ഞാൻ നിഷേധിക്കുന്നു. അത് വാഴ്ത്തല്ല, വസ്തുതയാണ്, ചരിത്രപരമായ വസ്തുതയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. ചരിത്രപരമായി തന്നെ നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ചരിത്രപരമായ വീഡിയോ വെച്ച് നിഷേധിക്കൂ, ഞാനും നിഷേധിക്കാം. അത് പിന്നെ കമ്പോട് കമ്പ് കണ്ടയാളാണ് ഞാൻ. എന്താണ് അതിൻ്റെ അകത്ത് വാഴ്ത്ത്? എന്താണ് അതിൻ്റെ സ്തുതിയുള്ളത്?